ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ ഈദ് ഡേയിലെ വിശേഷങ്ങളും പിന്നെ ചെറിയൊരു ഔട്ടിങ്ങും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ 2 ദിവസത്തെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പെരുന്നാളിൻ്റെ അന്നും പിന്നെ അത് കഴിഞ്ഞ് പിറ്റേന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വെറുതെ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസത്തെ കാര്യങ്ങളും കൂടെ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈദിൻ്റെ അന്ന് രാവിലെ തന്നെ ഞാൻ എണീറ്റിട്ട് കർട്ടൻസൊക്കെ നീക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. പിന്നെ അടുക്കളയ്ക്ക് പോയി നോക്കിയപ്പം ഇമ്മ ബിരിയാണിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഉള്ളി വാട്ട് അതൊക്കെ. പിന്നെ റൂമിലേക്ക് വന്ന് നോക്കിയപ്പോൾ അമ്ലു രാവിലെ എണീറ്റ് പല്ലും കൂടിയും തേക്കാതെ കാര്യമായിട്ട് എന്തോ വരയ്ക്കുകയാണ്. ഓനിങ്ങനെയാണ്, നമ്മൾ എവിടേക്കെങ്കിലും പോകാൻ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ദിവസമൊക്കെ ഓനിങ്ങനെ വരക്കാനും എഴുതാനൊക്കെ ആയിട്ട് ഇരിക്കും. പിന്നെ അത് ഒന്ന് തീരുമാനമാക്കാതോ നീച്ചൂല, എത്ര പറഞ്ഞിട്ടും കാര്യമല്ല. അങ്ങനെ ഞാൻ പിന്നെ പോയി ഫ്രഷായി അടുക്കളയിൽ വന്നിട്ട് പായസം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഇന്ന് അടപ്പായസമാണ് കേട്ടോ ഉണ്ടാക്കണത്. സാധാരണ എല്ലാ പെരുന്നാൾക്കും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെ പായസം ഉണ്ടാക്കാനും വേറെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാനൊക്കെ. പക്ഷെ ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല, എക്സ്പെക്റ്റ് ചെയ്യാതെ അന്നായോണ്ടാണോ ആവോ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ഇനി. അപ്പോൾ അതിൻ്റെ അടുക്ക് തന്നെ ചായയും കുടിക്കണുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, എനിക്കിങ്ങനെ ഒരു ദിവസമെങ്കിലും മുന്നേ പ്ലാൻ ചെയ്യണം എന്തൊക്കെയാ പ്രിപ്പയർ ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ പെട്ടെന്ന് പെരുന്നാളായതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ പ്ലാനിങ്ങിനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ പായസമൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ ഞാൻ റൂമിൽ വന്നിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഈ ബുക്സ് ഇന്നലെ അനിയത്തി ഹോസ്റ്റലിൽ നിന്ന് വന്നപ്പോൾ ഓൾ കൊണ്ടുവന്നതാണ്. ഓൾക്ക് എന്തോ പ്രൈസ് ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. ഈ റാം കെയർ ഓഫ് ആനന്ദി അന്ന് ബുക്ക് കിട്ടാഞ്ഞിട്ട് ഞാൻ PDF നോക്കി വായിച്ചിട്ടുള്ളതേനു. അപ്പം ഞാൻ പറയാം, എൻ്റെ അടുത്ത് ബുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ വായിക്കൂലേനു എന്ന് പറഞ്ഞതായി. എനിക്കങ്ങനെ PDF നോക്കി വായിക്കുന്നതിനേക്കാളും ഇഷ്ടം ബുക്കായിട്ട് വായിക്കാൻ തന്നെയായിരുന്നു. പിന്നെ വേറൊരു ഇംഗ്ലീഷ് നോവലും കൂടെ ഉണ്ട്. അങ്ങനെ അതൊക്കെ ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബുക്ക് വെക്കുന്ന ആ ഒരു ഏരിയ ഏകദേശം ഫുള്ളായതുകൊണ്ട് അവിടെ ഇനി എന്തായാലും വെക്കാൻ കഴിയൂല. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് താഴെയും സൈഡിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഡെസ്കിലുള്ള ബാക്കി സാധനങ്ങളും കൂടെ എടുത്ത് വെച്ചതിന് ശേഷം ഒന്ന് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്രാവശ്യത്തെ ഈദ് വ്ളോഗിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ഉള്ള അത്രയും ഉണ്ടാവില്ല, എവിടേക്കും പോയിട്ടൊന്നുമില്ല ഇനി അന്ന്. അപ്പോൾ അങ്ങനെ വീഡിയോയിലും കാര്യമായിട്ടൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാനിത് 2 ദിവസത്തെ കാര്യങ്ങളെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു ഒറ്റ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യണേ. അങ്ങനെ ഡെസ്ക് ക്ലീൻ ചെയ്തതിന് ശേഷം സൈഡിലായിട്ട് ചെറിയൊരു ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതും കൂടെ ക്ലീൻ ആക്കുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ, ഒരു ഈദ് വൈബൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ബെഡൊക്കെ ശരിക്കും വിരിച്ച് ബെഡ്ഷീറ്റും കൂടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ടേബിൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ ഒരു ലാമ്പ് ഞാൻ കുറേ ദിവസമായിട്ടോ വാങ്ങി വെച്ചിട്ട് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഒരു ലാമ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ക്യാൻഡിൽ ഹോൾഡറും ക്യാൻഡിലുമാണ് വരുന്നത്. താഴെ ഇങ്ങനെ ഒരു ഗ്ലാസ് ജാറിലായിട്ട് ക്യാൻഡിലും പിന്നെ മുകളിൽ നമുക്കിങ്ങനെ എടുത്ത് മാറ്റാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഒരു ടോപ്പ് സൈഡും കൂടിയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ആദ്യം അതങ്ങനെ പ്ലെയിൻ ആയിട്ട് വെക്കുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ച് എന്തെങ്കിലും നെറ്റോ ഇങ്ങനത്തെ ടൈപ്പ് എന്തെങ്കിലും ക്ലോത്ത് യൂസ് ചെയ്തിട്ട് അതൊന്ന് വിരിച്ച് കൊടുത്തിട്ട് അതിൽ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഭംഗിയുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ച് നോക്കി. പക്ഷേ ലാസ്റ്റ് ഞാനത് ഒഴിവാക്കി, കാരണം എനിക്ക് എന്തോ അത്ര ഇഷ്ടമായില്ല, ബോറായിട്ട് തോന്നിയോണ്ട് പിന്നെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ലാമ്പ് വെച്ചിട്ട് പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവർ ബഞ്ചസും കൂടെ ആ ഒരു ബോട്ടിലായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ശരിക്കും നിൽക്കാത്തതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ ഒരു റബ്ബർ ബാൻഡ് യൂസ് ചെയ്ത് കെട്ടിയിട്ടാണ് കേട്ടോ വെക്കണേ.
പിന്നെ അതിന് സൈഡിലായിട്ട് ഇതേപോലെ ചെറിയൊരു ക്യാൻഡിലും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയും സെറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് കേട്ടോ എനിക്ക് ആ ഒരു ക്ലോത്ത് അത്ര രസമില്ലാന്ന് തോന്നിയത്. പിന്നെ ഞാനത് എടുത്ത് ഒഴിവാക്കി. എന്നിട്ട് സാധാരണ ഒന്നും വിരിക്കാതെ തന്നെ അങ്ങനെ വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ ഡെസ്കിലും കൂടെ കുറച്ച് ഐറ്റംസൊക്കെ ഇന്ത്യയിലുള്ളത് വെച്ചിട്ട് അതും ഒന്നങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണുണ്ട്. കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ഇതൊക്കെ ഒന്ന് അവിടെ വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ ഫോട്ടോയിൽ കാണുമ്പോഴെങ്കിലും ഒരു ഈദ് വൈബൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ DIYs ഒക്കെ ചെയ്യണമെന്ന് കരുതിയിരുന്നു, ഈദ് പ്രിപ്പറേഷനായിട്ടും അങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. പിന്നെ പിറ്റേന്നാണ് പെരുന്നാൾ ആവണമെന്നുണ്ടെങ്കിൽ എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു, അതും പറ്റിയില്ല. പിന്നെ ഇതിൽ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സിൽ നിന്ന് കുറച്ച് ഞാൻ ഒഴിവാക്കി കേട്ടോ, കാരണം അത്രയും വെച്ചിട്ട് എല്ലാം ഒന്ന് ഒതുങ്ങി നിൽക്കാത്ത പോലെ. അപ്പോൾ 2 ഞാൻ മാറ്റിയിട്ട് അത് പിന്നെ ഡെസ്കിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഡെസ്കിൽ ഈ ഷെൽഫിൻ്റെ കോർണറിലായിട്ട് വെറുതെ അവിടെ അങ്ങനെ കുത്തി വെക്കുക ചെയ്തത്. അങ്ങനെ അതും കൂടെ ആയപ്പം ഏകദേശം ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അനിയത്തി ഉള്ളതുകൊണ്ട് ബാക്കി കുറേ ക്ലീനിങ് ഓളും ചെയ്യും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ മൈലാഞ്ചി ഇടാൻ വേണ്ടി ഇരിക്കുന്നത്. തലേ ദിവസം ഇടാൻ പറ്റിയില്ല. ഒന്നാമത്തെ റീസൺ ഇത് ബിഗ് ബി ആണ്, അപ്പം വേഗം ചോക്കുമല്ലോ. പിന്നെ രാത്രി എനിക്ക് അത്ര സമയമില്ലേനു, അതുകൊണ്ട് രാവിലെയാണ് ഇടാമെന്ന് വിചാരിച്ചേ. പിന്നെ വലിയ ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, എപ്പോഴും ഇടുന്ന പോലെ തന്നെ തൊപ്പിയായിട്ട് തന്നെയാണ് ഇടുന്നത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തൊപ്പി ഇടുന്നത്. പിന്നെ ഈസി അല്ലേ, മറ്റേത് കുറേ ഡിസൈൻ കണ്ടുപിടിക്കുക വരക്കൊക്കെ വേണ്ടേ, അതെനിക്ക് അത്ര വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ സിമ്പിളായിട്ട് തന്നെയാണ് ചെയ്യണത്. പിന്നെ ആരെങ്കിലുമൊക്കെ ഇട്ട് തരാനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഹെവി ആയിട്ട് ഇടാനൊക്കെ ഇഷ്ടം തന്നെയാണ്. പിന്നെ ഇപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ ബിഗ് ബി തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യലുള്ളത്. വേറെ ഓർഗാനിക് ഹെന്ന അല്ലെങ്കിൽ സിങ് വഫ അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇടലില്ല. കാരണം ഇതാകുമ്പോൾ വേഗം പോവും. ഒരു 2 ദിവസം കഴിഞ്ഞാൽ തന്നെ ഒന്ന് സോപ്പൊക്കെ ആക്കി ഉരച്ച് കഴുകിയാൽ തന്നെ പോവും. മറ്റേതാണെങ്കിൽ കുറച്ചധികം ദിവസം എടുക്കുമല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ ഓറഞ്ച് കളറിൽ നിൽക്കണ വലിയ ഇഷ്ടമല്ല, എനിക്ക് വേഗം പോകണം. പ്രത്യേകിച്ച് വീഡിയോ എടുക്കണതൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് വേഗം പോകാൻ കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനത്തെ ഇൻസ്റ്റൻറ്റ് ഹെന്ന യൂസ് ചെയ്യണേ. അങ്ങനെ അത് ഫുൾ വരച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അത്രേ വെക്കുന്നുള്ളൂ. ആ ഒരു സമയത്താണ് കേട്ടോ ഞാൻ പായസമൊക്കെ കുടിക്കണേ. പിന്നെ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഇപ്രാവശ്യത്തിൻ്റെ ഈദ് ഔട്ട്ഫിറ്റ്. അങ്ങനെ ഡ്രസ്സ് ചെയ്തതിന് ശേഷം പിന്നെ ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞല്ലോ അനിയത്തി ഹോസ്റ്റലിൽ വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഓളെ കയ്യിൽ ഇങ്ങനെ കുറേ മേക്കപ്പ് പ്രോഡക്ട്സും അതൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ അധികം ഒന്നും വാങ്ങാത്തത്. കാരണം പെരുന്നാൾ അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ എന്തായാലും ഓൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഓളെ കയ്യിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്യലാണ് പതിവ്. അങ്ങനെ അതിൽ നിന്ന് എനിക്ക് ആവശ്യമായിട്ടുള്ള BB ക്രീം, സ്ട്രോ ക്രീം, അങ്ങനെ അതിലുള്ളതൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫേസിൽ എന്തെങ്കിലും ചെയ്യണതിൻ്റെ മുന്നേ തന്നെ ആദ്യം ഞാൻ ഹെയർ ഇതേപോലെ ഒന്ന് ഹെയർ ബാൻഡ് ഇട്ട് വെക്കും, എന്നിട്ടാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ ചെയ്യൽ. ആദ്യം തന്നെ ഞാൻ യൂസ് ചെയ്യണ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു വൈറ്റമിൻ C BB ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, ഗാർണിയറിൻ്റെ. എല്ലാം കുറച്ച് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ, അങ്ങനെ ഭയങ്കര ഹെവി ആയിട്ടൊന്നും ചെയ്യണില്ല. പിന്നെ ഒരു കൺസീലർ എടുത്തിട്ട് കണ്ണിൻ്റെ താഴേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ബ്ലഷാണ് കേട്ടോ അപ്ലൈ ചെയ്യണത്. അപ്പോൾ ഇത് NYBൻ്റെ ഒരു ബ്ലഷാണ്. അപ്പോൾ ഞാൻ എടുത്ത് നോക്കിയപ്പം ഭയങ്കര ഒരു പിങ്ക് ഷെയ്ഡ്. പിന്നെ ഞാനത് യൂസ് ചെയ്തില്ല, വേറെ ഒന്നും കൂടെ ഉണ്ടായിരുന്നു ഓളയിൽ, അതാണ് കേട്ടോ യൂസ് ചെയ്യണേ. ഇത് നല്ലതാട്ടോ, ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്താലും നമുക്കങ്ങനെ ബ്ലഷ് ഇട്ടു എന്നൊന്നും തോന്നില്ല, ഒരു നാച്ചുറൽ ലുക്ക് തന്നെയാണ്. പിന്നെ ലാക്മീൻ്റെ ഈ ഒരു സ്ട്രോ ക്രീം അല്ലെങ്കിൽ ഹൈലൈറ്റർ അങ്ങനത്തെ ഒരു ക്രീമാട്ടോ, അതാണ് യൂസ് ചെയ്യണത്.
ഫൈനലി ഒരു ലിപ്സ്റ്റിക്കും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റെഡി ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ പോയിട്ട് ഫുഡ് കഴിക്കാണ്. അപ്പം ഇന്ന് ബീഫ് ബിരിയാണി എന്ന് ഉണ്ടാക്കിനെ. ഫുഡൊക്കെ കഴിച്ച് പിന്നെ അടുത്ത കസിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ അടുത്ത് തന്നെ ഇവിടെ താഴേക്ക് തന്നെ പോവാട്ടോ. ഞാൻ കഴിഞ്ഞ ഈദ് വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ടാവും ആ ഒരു സ്ഥലം തന്നെയാണ്. വേറെ എവിടേക്കെങ്കിലും മാളിലോ അങ്ങനെയൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര വെയിലും ഉച്ച സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ ആർക്കും പോരാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഇവിടെ നിന്ന് തന്നെ ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി. ഇവിടെ അങ്ങനെ വലിയ സംഭവം ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ അങ്ങനെ അധിക നേരമൊന്നും അവിടെ നിന്നിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര വെയിലേനു. വെയിൽ മുഖത്ത് കടിച്ചിട്ട് ശരിക്കും ഒന്ന് പോസ് ചെയ്യാനും കൂടെ പറ്റണില്ല. അതുകൊണ്ട് പിന്നെ വേഗം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പോവുക ചെയ്തേ. പിന്നെ വീട്ടിലെത്തി ഫാൻ ഫുൾ സ്പീഡിലിട്ട് അതിൻ്റെ താഴെ ഇരുന്നപ്പോഴാണ് കേട്ടോ സത്യം പറഞ്ഞാൽ സമാധാനമായത്. പിന്നെ അമ്മ ഇങ്ങനെ ലൈം അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അതും എടുത്ത് കുടിച്ചു. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ കിടന്നിട്ട് വൈകുന്നേരമാണ് കേട്ടോ എണീക്കണത്. ഉറങ്ങി എണീറ്റപ്പോൾ ആണെങ്കിൽ എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വേറെ വീഡിയോ പ്രത്യേകിച്ച് അതൊന്നും എടുത്തിട്ടില്ല. ഞാനൊരു ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുക ചെയ്തേ. അപ്പോൾ അന്ന് അത്രയൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ. ശനിയാഴ്ചയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മലപ്പുറം കോട്ടക്കുന്നിലാണ് കേട്ടോ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അന്നാണെങ്കിൽ എനിക്കൊരു ഹാമ്പർ സെറ്റ് ചെയ്തിട്ട് അന്ന് തന്നെ കൊറിയർ ചെയ്യാനും ഉണ്ട്. ഞാനൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല, ഹാമ്പറോ അതിൽ വെക്കേണ്ട സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. പെട്ടെന്ന് കിട്ടിയ വർക്കായതുകൊണ്ട് ഒന്നും വാങ്ങാനുള്ളൊരു സമയമില്ലേനു. സോ ഞാൻ വിചാരിച്ചത് പോണ വഴിയിൽ അതൊക്കെ വാങ്ങി സെറ്റ് ചെയ്യാം, എന്നിട്ട് വരുമ്പോൾ കൊറിയർ ചെയ്യാന്നേനു. അതുകൊണ്ട് ഞാൻ ബാഗിൽ പാക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളും എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പുട്ടും പഴയുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി റെഡി ആയിട്ടുണ്ട്. പെരുന്നാൾ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഏകദേശം ഒരു 8:45 ഒക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന്. നേരത്തെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും നേരത്തെ തന്നെയാണ് ഇറങ്ങിയത്. പിന്നെ തലേ ദിവസം രാത്രി നല്ല മഴ പെയ്തുകൊണ്ട് അത്ര വലിയ വെയിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. രാവിലെയല്ലേ ഞാൻ പോണത്. അങ്ങനെ മഞ്ചേരിയിലെത്തിയിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ഫ്രെയിമും ഹാമ്പറൊക്കെ വാങ്ങുന്ന ആ ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഞാനവിടെ പോയപ്പോൾ അത് തുറക്കണേ ഉള്ളൂ, ഹാൻഡ് ബേസ് ഒന്നും പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചത് ഐറ്റംസൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ട് പിന്നെ അവിടെ ഞങ്ങൾ അവിടെ നിന്ന് സെറ്റ് ചെയ്തിട്ട് തിരിച്ച് വരുമ്പോൾ കൊറിയർ ചെയ്യാന്നേനു. എന്നാൽ എനിക്ക് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് തന്നെ എടുക്കാമല്ലോ. പക്ഷേ വിചാരിച്ച പോലെ എല്ലാ ഐറ്റംസും എനിക്കപ്പോൾ കിട്ടിയില്ല. ഞാൻ ഹാൻഡ് ബേസൊക്കെ നോക്കി, പക്ഷേ ഏതും എനിക്കത്ര ഇഷ്ടമായില്ല. പിന്നെ വാലറ്റും ചോക്ലേറ്റും ഒക്കെ വേണം. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ എന്തായാലും വൈകുന്നേരം തിരിച്ച് വരുമ്പോൾ അതൊക്കെ വാങ്ങി സെറ്റ് ചെയ്തിട്ട് അങ്ങനെ കൊറിയർ ചെയ്യാം. ഇപ്പോൾ നേരെ പോകാമെന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടുന്ന് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് കേട്ടോ പോണത്. ബാക്കി 3 ഫ്രണ്ട്സ് വേറെ റൂട്ടിനാണ്. അപ്പം 3 പേരും ഒരുമിച്ച് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബസ്സിൽ കയറുന്നതിന് മുന്നേ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ അടുത്തുള്ളൊരു ബേക്കറിയിൽ നിന്ന് കുറച്ച് ലേസും അതൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ, അവിടെ നിന്ന് ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലേസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് ബ്രെഡ് പോലത്തെ കേക്ക് പോലത്തെ സാധനം അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രിങ്കായിട്ട് ഫ്രൂട്ടിയും ലിച്ചിയും അതൊക്കെയാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ അവിടെയും ഷോപ്സൊക്കെ ഉണ്ടാവും, ഈ ജ്യൂസിൻ്റെയും ഐസ്ക്രീമും അങ്ങനത്തെ ഒക്കെ അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും പിന്നെ കുറേ വാങ്ങിയിട്ടില്ല. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് തന്നെ നേരെ ബസ് കയറിയിട്ട് പോവാണ്. ഈ ഒരു ജെംസ് കാണാൻ നല്ല ക്യൂട്ടായിട്ടില്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ചെറിയ ജെംസിൻ്റെ പാക്കറ്റ് കാണുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ മലപ്പുറത്ത് പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് ബാക്കിയുള്ളവരെ വിളിച്ചപ്പം ഓല് വരുന്നേ ഉള്ളൂ, കുറച്ചും കൂടെ സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ നടക്കാമെന്ന് കരുതി. കാരണം നല്ല വെയിലല്ലേ, വെയിറ്റ് ചെയ്യാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് ഞങ്ങളങ്ങനെ പോവാണ്. അവിടെ എത്തി എൻട്രി പാസ്സൊക്കെ എടുത്ത് ഇതുവരെ 10 ഒരാൾക്ക്, പക്ഷെ ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട്, ഒരാൾക്ക് 20 ആയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ടൈമൊക്കെ ഞാൻ വന്ന സമയത്ത് 10 ഉള്ളേനു.
പിന്നെയുള്ള മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ഈ സ്റ്റെപ്പൊക്കെ കയറുക എന്നുള്ളതാണ്. കുറേ ഉണ്ടല്ലോ, അപ്പം കുറേ കയറും, പിന്നെ കുറച്ച് നേരം നിൽക്കും, പിന്നെയും കയറും, അങ്ങനെയാണ് പോയത്. പിന്നെ ആ നടക്കുന്ന ഏരിയയിലൊക്കെ രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ആയതുകൊണ്ട് അവിടെയൊന്നും അത്ര വലിയ വെയിലൊന്നും ഇല്ലേനു. അങ്ങനെ നടന്ന് മുകളിലെത്തിയിട്ട് ഫസ്റ്റ് ഞങ്ങൾ വെള്ളം എന്തെങ്കിലും കുടിക്കാമെന്ന് കരുതിയിട്ട് അവിടെ നിന്നുള്ളൊരു കടയിലാണ് കയറിയത്. പക്ഷേ അതാണെങ്കിൽ ഭയങ്കര പുളിയും ഭയങ്കര തണുപ്പേനു. കുടിക്കാൻ പറ്റുന്ന ഒരു തണുപ്പുണ്ടല്ലോ, അതിനേക്കാളും കൂടുതലേനു. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് നേരം വെയിലത്ത് കൊണ്ടുപോയി വെക്കാം, എന്നാൽ പിന്നെ തണുപ്പ് കുറച്ച് ആറുമല്ലോ. അങ്ങനെ അവിടെ ഞങ്ങൾ നേരെ പുറത്തിറങ്ങിയിട്ടാണ് പിന്നെ ബാക്കി കുടിച്ചത്. എൻ്റെ ബാക്കി ഫ്രണ്ട്സും അവിടുന്ന് ലൈം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓലതാണെങ്കിൽ തീരെ പുളിയില്ല, ഭയങ്കര മധുരം, മധുരം കൂടുതലായിട്ട് അവർക്ക് കുടിക്കാൻ പറ്റണില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ ബാക്കി ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇതേപോലെ അവിടെ കുറേ ഹട്ട് പോലെ ഉണ്ടല്ലോ, അതിൽ ഒന്നിൻ്റെ താഴെ ഇരുന്നിട്ട് ഇങ്ങനെ കുറേ നേരം സംസാരിച്ച് ഈ വാങ്ങിയിട്ടുള്ളതൊക്കെ കഴിക്കാട്ടോ. ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. കുറേ നേരം അവിടെ തന്നെ ഇരുന്ന് അങ്ങനെ സംസാരിക്കുകയാണ് ചെയ്തത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ വേറെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡും ബാക്ക് സൈഡും അങ്ങനെ കുറേ ഏരിയ ഉണ്ടല്ലോ കാണാൻ, അങ്ങോട്ടൊന്നും പിന്നെ ഞങ്ങൾ പോയിട്ടില്ല, വെയിലുമാണ്. പിന്നെ ഇതൊക്കെ കണ്ട സ്ഥലമല്ലേ, അപ്പം മെയിനായിട്ട് വന്നത് നമ്മളെല്ലാവരും കാണാനും കുറച്ച് നേരം വർത്താനം പറഞ്ഞിരിക്കാനൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാട്ടോ ചെയ്ത്, വേറെ ഏരിയക്കൊന്നും പോയിട്ടില്ല. ഞാൻ പിന്നെ വ്ളോഗ് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്ലിപ്സൊക്കെ ഞാനും ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു പൂവ് പറിച്ച് നടന്ന് പോയപ്പോഴാണ് കേട്ടോ ഈ ഒരു പൂക്കൾ പറിക്കരുത് എന്നുള്ള ബോർഡ് കണ്ടത്. ആദ്യം നോക്കിയിട്ടില്ലേന്നു, പിന്നെ അറിയാതെ പറിച്ചതല്ലേ, അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെയും കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ട് റീൽസൊക്കെ എടുക്കാണ്ടായിരുന്നു അവർക്കൊക്കെ. അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞങ്ങൾ തന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കേനു. അതിൻ്റെ അടുക്ക് വാങ്ങിയിട്ടുള്ള വെള്ളമൊക്കെ തീർന്നപ്പം അവിടെ കുടിവെള്ളം എന്ന് എഴുതിയൊരു ബോർഡ് കണ്ടു കുറച്ച് അപ്പുറത്തായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കുപ്പിയിൽ പോയിട്ട് വെള്ളം ഫില്ല് ചെയ്യാമെന്ന് കരുതി പോയതാണ്. പക്ഷേ ആ ടാപ്പും ഇതൊക്കെ കണ്ടപ്പോൾ പിന്നെ കുടിക്കാൻ തോന്നിയില്ല സത്യം പറഞ്ഞാൽ. പിന്നെ വേറെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് വെള്ളം എടുക്കാതെ കേട്ടോ പോന്ന്. അങ്ങനെ പിന്നെ വെള്ളം വാങ്ങാൻ പോയപ്പോൾ എല്ലാവർക്കും ഐസും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ മറ്റ് പല ഫ്ലേവറിലുള്ള സ്കൂപ്പ് ഐസ്ക്രീംസൊക്കെ ഉണ്ടല്ലോ, അതാണല്ലോ കൂടുതലും എല്ലാവരും വാങ്ങുന്നത്. അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇത് വാങ്ങാമെന്ന് കരുതി ഇതാണ് വാങ്ങിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞിരുന്നു ഓരോട് ഇങ്ങനെ പകുതി കഴിച്ചിട്ട് കുറച്ച് കടിച്ച പോലെ ആക്കിയിട്ട് എല്ലാവരും കൂടെ ഇങ്ങനെ വെച്ചിട്ടൊരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ എൻ്റേത് പകുതി ആയപ്പോഴത്തേനെ ഓരതെല്ലാവരും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം കൂടെ അതിൽ കൂടിയൊക്കെ നടന്നിട്ട് പിന്നെ പോകാമെന്ന് കരുതി ഇറങ്ങി. അപ്പോൾ പോയപ്പോൾ ഞാൻ കരുതിയിരുന്നു ഇവിടുന്ന് എന്തെങ്കിലും ടോയോ അങ്ങനെ എന്തെങ്കിലും കമ്ലൂനൊക്കെ വേണ്ടിയിട്ട് വാങ്ങണം എന്നുള്ളത്. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവാണ് കേട്ടോ അവിടെ. അപ്പോൾ പിന്നെ ഞാനൊന്നും വാങ്ങിയില്ല. എൻ്റെ ഫ്രണ്ട് ചെറിയൊരു കീ ചെയിൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചെറിയ കീ ചെയിൻ തന്നെ 50 അത്രയൊക്കെ ഉണ്ട്. പിന്നെ പോകുന്നതിന് മുന്നേ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഉപ്പിലിട്ടത് കൂടെ കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ. എല്ലാവർക്കും ഒന്നും വേണ്ടാത്തതുകൊണ്ട് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് 3 പീസ് അതും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും റെസ്റ്റോറൻറ്റോ നല്ല ഹോട്ടലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോകാമെന്ന് കരുതിയിട്ട് 2-3 ഷോപ്പിൽ പോയി. വുഡ് ബൈന്, അൽബേക്ക്, അതേപോലെ വേറെ ഏതൊരു കട ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 3 കടയിൽ പോയി നോക്കിയപ്പം 3ഉം ക്ലോസ് ആണ്. പെരുന്നാളൊക്കെ കഴിഞ്ഞതല്ലേ ഉള്ളൂ, അപ്പം തിങ്കളാഴ്ച തൊട്ടേ ശരിക്കും എല്ലാം ഓപ്പൺ ചെയ്യുള്ളൂ. പിന്നെ ലാസ്റ്റ് എയർലൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ തന്നെ ഏകദേശം സീറ്റൊക്കെ ഫുള്ളായിരുന്നു. പിന്നെ ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടിയത്. ഇവിടെയും ശരിക്കും അങ്ങോട്ട് ഓപ്പൺ ആക്കിയിട്ടൊന്നുമില്ല കേട്ടോ ഫുള്ളായിട്ട്. അതായത് കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളായിരുന്നു. ഞങ്ങൾ ബ്രോസ്റ്റും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് കരുതിയിട്ടാണ് വന്നത്. പക്ഷെ അതൊക്കെ ഇവിടെ മൺഡേ തൊട്ടേ സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. അപ്പോൾ പിന്നെ ഫ്രൈഡ് റൈസും ഗാർലിക് ചിക്കനും ചിക്കൻ 65ഉം അതൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്.
അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം 4 മണിയൊക്കെ ആയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ 5 മണിയാകുമ്പോഴത്തേന് ഹാമ്പർ കൊറിയർ ചെയ്യും വേണം. ഞങ്ങൾക്ക് ഇങ്ങനെ കുറേ റെസ്റ്റോറൻറ്റ് കിട്ടാത്തതുകൊണ്ടും അങ്ങനെയൊക്കെ കുറേ സമയം ലേറ്റായി, വിചാരിച്ചതിനേക്കാളും കുറച്ച് കൂടുതൽ സമയമായി. പിന്നെ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ രണ്ടാളും നേരെ ബസ് കയറിയിട്ട് മഞ്ചേരിക്കും, ബാക്കിയുള്ള 3 ആളും വേറെ റൂട്ടാണ് കേട്ടോ. അപ്പം ഒരു 3 ആളും ഒരുമിച്ചാണ് പോയത്. ഞങ്ങൾ ബസ്സിൽ കയറി കുറച്ചെത്തിയപ്പോൾ തന്നെ നല്ല മഴ പെയ്യുണ്ടായിരുന്നു. ഞങ്ങൾ നിന്ന സൈഡിലേക്കൊന്നും വലിയ മഴ ഇല്ലെങ്കിലും മഞ്ചേരി ഭാഗത്തേക്ക് പോകുന്തോറും മഴ കൂടി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിയിട്ട് നേരെ ഞാൻ ആ ഷോപ്പിൽ പോയിട്ട് ഹാമ്പറും ഒക്കെ നോക്കുകയാണ്. അത്രയ്ക്ക് ഇങ്ങോട്ട് ഇഷ്ടമായിട്ടുള്ള ഹാമ്പേഴ്സ് ഒന്നും കിട്ടിയില്ല കേട്ടോ. സാധാരണ ഇവിടെ കുറേ ഉണ്ടാവലുണ്ട്, പക്ഷെ ഇപ്രാവശ്യം ഇതൊക്കെ കഴിഞ്ഞിട്ട് വേറെ കുറേ കളക്ഷൻസ് വരുന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് ഏകദേശം പറ്റിയതൊന്ന് ഞാൻ എടുത്തു വെച്ചിട്ട് പിന്നെ അതിക്ക് വേണ്ട പെർഫ്യൂമും വാലറ്റും അതൊക്കെ നോക്കുകയാണ്. പെർഫ്യൂമും പിന്നെ ഞാൻ അതിന് ഏതോ ഒന്ന് എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു, ഓളെ കൊണ്ട് സ്മെല്ല് ചെയ്തിട്ട് സെലക്ട് ചെയ്യിപ്പിക്കുക ചെയ്ത്. എനിക്കങ്ങനെ എല്ലാ പെർഫ്യൂമിൻ്റെ സ്മെല്ലൊന്നും പറ്റൂല, അതുകൊണ്ട് ഓളൊന്ന് സെലക്ട് ചെയ്യുന്നു. പിന്നെ വാലറ്റും അവിടെ ഒന്ന് നോക്കിയിരുന്നു. അപ്പം അങ്ങനെ നോക്കിയപ്പം രസമുള്ളതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. പിന്നെ റേറ്റ് കുറഞ്ഞതാണെങ്കിൽ എനിക്കൊരു ലോക്കൽ ഫീലും തോന്നണോണ്ട് രണ്ടിൻ്റെയും ഇടയിലുള്ളത് കിട്ടാത്തതുകൊണ്ട് അവിടുന്ന് പിന്നെ എടുത്തില്ല. കുറേ ഉണ്ട് കേട്ടോ, കളക്ഷൻസൊക്കെ കുറേ ഉണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് പറ്റിയത് കിട്ടാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ അതൊക്കെ നോക്കിയിട്ട് ഞാൻ പിന്നെയും ഹാമ്പർ പുറത്ത് വെച്ചതിൽ വേറെ ഏതെങ്കിലും രസമുള്ളത് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ പിന്നെയും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് എല്ലാം കവറിട്ട് മൂടിയിട്ടുണ്ട്. പിന്നെ ഞാൻ അതന്നെ എടുത്ത് അതിക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലവേഴ്സും കൂടെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ബിൻസിയെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾക്ക് എന്തോ മഞ്ചേരിയിൽ നിന്ന് എന്തോ സാധനം എടുക്കാണ്ടായിട്ട് ഓളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 3 ആളും കൂടിയിട്ടാണ് ചോക്ലേറ്റ്സും ഒക്കെ വാങ്ങാൻ പോണത്. 5 സ്റ്റാർ അല്ലാത്ത ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു വൈറ്റ് കളറിലുള്ള ഹാമ്പറാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗാലക്സി വാങ്ങാമെന്ന്. അങ്ങനെ ഗാലക്സി എനിക്ക് പറ്റിയ സൈസും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എപ്പോഴും നമ്മളിതേപോലെ ഫസ്റ്റ് തന്നെ ഹാമ്പർ വാങ്ങിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ അതിക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ എടുക്കാൻ. ഞാൻ വീട്ടിൽ നിന്ന് വിചാരിച്ചിന് ഈ ഒരു ബാർ ഉണ്ടല്ലോ ഗാലക്സിൻ്റെ വലുത്, അത് വാങ്ങണം എന്നുള്ളത്. പക്ഷെ അത് ഈ ഒരു ബോക്സിൽ ഇങ്ങോട്ട് കറക്റ്റ് കൊള്ളാത്തതുകൊണ്ട് പിന്നെ അത് എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫോണിൽ എന്തേനു വേണ്ടാന്ന് പറഞ്ഞ ചോക്ലേറ്റ് എനിക്ക് ഓർമ്മയില്ലേനു. അപ്പോൾ അത് നോക്കാം കേട്ടോ, 5 സ്റ്റാറാണ് ഒരു വേണ്ടാന്ന് പറഞ്ഞത്. അങ്ങനെ കുറച്ച് നോക്കിയിട്ട് പിന്നെ ഞാൻ ഈ ഒരു 20 രൂപേൻ്റെ ഗാലക്സി തന്നെയാണ് എടുത്തിട്ടുള്ളത്. 8 പീസാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ബില്ല് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടെയും ആ ഒരു ഷോപ്പിലും ഇങ്ങനെ ഹാമ്പേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അത് കണ്ടപ്പം അതിൽ 1-2 എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ബ്ലാക്കും വേറെ ഹാഷൊക്കെ ഉണ്ട്. റേറ്റ് നോക്കിയപ്പോഴും വലിയ ഡിഫറൻസ് ഒന്നുമില്ല, 2 ഷോപ്പിലും ഏകദേശം ഒരേ റേറ്റ് തന്നെയാണ്. പക്ഷേ ബ്ലാക്കിൽ ഞാൻ വിചാരിച്ച അളവ് കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഒരു ഹാഷ് കളറിലുള്ളത് എനിക്ക് ഇഷ്ടമായപ്പം അതെടുക്കാമെന്ന് കരുതി. അപ്പം ഞാൻ കരുതി എന്നാൽ ഈ ഒരു ഹാമ്പർ വാങ്ങിയിട്ട് മറ്റേ ഹാമ്പർ തിരിച്ച് ആ ഒരു ഷോപ്പിൽ തന്നെ കൊടുത്തിട്ട് അവിടുന്ന് വേറെ ഏതെങ്കിലും ഒരു വാലറ്റ് ഞാൻ നോക്കിയല്ലോ അതിന് ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് പോരാന്ന്. അങ്ങനെ തിരിച്ച് ഹാമ്പറൊക്കെ വാങ്ങി ആ ഒരു ഷോപ്പിൽ തന്നെ വന്നിട്ട് പിന്നെ വാലറ്റ് അവിടുന്ന് ഈ ഒരു വാലറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ബാക്കി പേയ്മെൻറ്റും ഒക്കെ ചെയ്തതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. സമയം വിചാരിച്ചതിനേക്കാളും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ 5 മണിയാകുമ്പോഴത്തേന് എല്ലാ പരിപാടിയും തീർക്കണമെന്ന് കരുതിയതാണ്. പക്ഷേ ഓരോ സിറ്റുവേഷൻ കൊണ്ട് വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. അപ്പോൾ ഞാൻ കസ്റ്റമറിനോട് പറഞ്ഞു എനിക്ക് എന്തായാലും ഇന്ന് ഡിസ്പാച്ച് ചെയ്യാൻ കഴിയൂല, നാളെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ ഞാൻ കാര്യമായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല, നല്ല ടയേർഡ് ആയതുകൊണ്ട് തന്നെ അന്ന് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.